ഒരു സിനിമ ചെയ്യാൻ ബ്രഹ്മാണ്ഡ കഥയോ അധികം കഥാപാത്രങ്ങളോ വേണ്ട എന്ന് തെളിയിച്ച മലയാളത്തിലെ ആദ്യ ചിത്രമാണ് കലാഭവൻ മണി അഭിനയിച്ച ദി ഗാർഡ് എന്ന മൂവി. 2001 ഹക്കിം റാവുത്തറിന്റെ സംവിധാനത്തിൽ കലാഭവൻ മണി നായകനായി ഒരു എക്സ്പെരിമെന്റൽ ചിത്രമായാണ് ഗാർഡ് വന്നത്. ഒരാൾ മാത്രം എന്ന കോൺസെപ്റ്റ് തന്നെയാണ് ഈ സിനിമയുടെ സവിശേഷത. കഥയിലേക്ക് കടന്നാൽ അപ്പുക്കുട്ടൻ എന്നു പേരുള്ള ഒരു പാവം പോലീസുകാരൻ ഫോറസ്റ്റ് ഓഫീസറായി കാട്ടിലേക്ക് വരുന്നതാണ്. ഇവിടെ വെച്ച് അദ്ദേഹത്തിന് സൈക്കോളജിക്കലായും ഫിസിയോളജിക്കലായും പുള്ളി അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഗാർഡിന്റെ കഥ. ഒറ്റ കഥാപാത്രമായതുകൊണ്ട് പ്രേക്ഷകർക്ക് ബോറിംഗ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ പ്രേക്ഷകരെ എൻഗേജിംഗ് ആക്കാൻ ഹക്കീമും നമ്മുടെ പ്രിയപ്പെട്ട മണിയും ശ്രമിച്ചിട്ടുണ്ട്. പരിധിവരെ അവർ വിജയിച്ചിട്ടുമുണ്ട്. എക്സ്പെരിമെന്റൽ സിനിമ ആയതിനാൽ വിചാരിച്ച ഒരു വിജയം കൈവരിക്കാൻ ദി ഗാർഡിന് സാധിച്ചില്ല. എന്നിരുന്നാലും ടിവിയിൽ സിനിമ ഇറങ്ങിയപ്പോൾ നിറയെ അഭിനന്ദനങ്ങൾ സിനിമയെ തേടി വന്നു. എന്റെ അഭിപ്രായത്തിൽ ഒരു എക്സ്പെരിമെന്റൽ ചിത്രം എന്ന രീതിയിൽ അങ്ങനെ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് ദി ഗാർഡ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.